എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധികളാരും കഴിഞ്ഞ ആഴ്ച നടന്ന LDF യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ യോഗമായിരുന്നതുകൊണ്ട് തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ജോസ് കെ മാണി, സ്റ്റീഫൻ ജോർജും പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ അസൗകര്യം കൊണ്ടല്ല അവർ പങ്കെടുക്കാതിരുന്നത്. പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും നേതാക്കളെ LDF യോഗത്തിലേക്ക് വിടുമായിരുന്നു. LDF ഭരണത്തിൽ കത്തോലിക്ക സഭയ്ക്കും പാർട്ടി അണികൾക്കും അസംതൃപ്തി ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും കേരള കോൺഗ്രസിന് കനത്ത പരാജയം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ 57 വർഷമായി പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഭരണവും അവർക്ക് നഷ്ടപ്പെട്ടു. ഇടതുമുന്നണിയിൽ തുടർന്നാൽ 2026 ഭരണത്തിലെത്താൻ കഴിയുകയില്ലെന്നും പാർട്ടിക്ക് 2 MLA-മാരിൽ കൂടുതൽ കിട്ടുകയില്ലെന്നും ജോസ് കെ മാണിക്ക് മനസ്സിലായി. അതുകൊണ്ട് പാർട്ടി LDFിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്നു. ഇക്കാരണം കൊണ്ടാണ് പാർട്ടി പ്രതിനിധികൾ ആരും LDF യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഏതാനും മാസം മുൻപ് മുഖ്യമന്ത്രി വിദേശത്തായിരുന്നപ്പോൾ നിയമസഭ വിളിച്ചു കൂട്ടി വന്യമൃഗശല്യം ചർച്ച ചെയ്യണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം നടന്നില്ല. കേരള കോൺഗ്രസ് LDFിൽ നിന്നും പിന്മാറുമെന്ന് അന്ന് തന്നെ സൂചനയുണ്ടായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ LDFിൽ നിന്നും പിന്മാറാനുള്ള സുവർണാവസരം ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ LDFിൽ നിന്നും പിന്മാറാതിരുന്നത് മണ്ടത്തരമായി പോയെന്ന് ജോസ് കെ മാണിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൻ്റെ പേരിൽ ഇപ്പോഴും LDFിൽ നിന്നും മാറാൻ പാർട്ടിക്ക് അവസരമുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ ഫെബ്രുവരി 15-നുള്ളിൽ കേരള കോൺഗ്രസ് എം LDF വിടും. പാർട്ടിയെ UDFിൽ ചേർക്കുകയും ജോസ് കെ മാണിക്ക് ഒരു സുരക്ഷിതമായ സീറ്റ് കൊടുക്കാൻ UDF നേതാക്കൾ തയ്യാറാവുകയും ചെയ്താൽ ജ്യൂസും കൂട്ടരും UDFിൽ ചേരും. ഇവരെ UDFിൽ ചേർക്കുന്നതിൽ കോട്ടയത്തെ പല കോൺഗ്രസ് നേതാക്കൾക്കും താല്പര്യക്കുറവുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയന്നാണ് ജോസ് കെ മാണി LDFിൽ നിന്നും മാറാതിരുന്നത്. അവരെ UDFിൽ ചേർത്തില്ലെങ്കിൽ ജോസ് കെ മാണി NDAയിൽ ചേർന്ന് കേന്ദ്രമന്ത്രിയാകും. ജോസ് കെ മാണി ഒഴിച്ചുള്ള കേരള കോൺഗ്രസ് എം നേതാക്കളെ UDFിൽ ചേർക്കാൻ UDF നേതാക്കൾ തയ്യാറായേക്കും. ജോസ് കെ മാണി NDAയിൽ ചേർന്നാൽ 5 MLA-മാരിൽ പരമാവധി ഒരാൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ കാണുകയുള്ളൂ. ജോസ് കെ മാണി NDAയിൽ ചേർന്നാൽ കേരള കോൺഗ്രസ് പിളരും. മറ്റ് നേതാക്കൾ UDFിൽ ചേരുകയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലോ കോൺഗ്രസിലോ ചേരും. ജോസ് കെ മാണി LDFിൽ തുടർന്നാലും അവർക്ക് 2021 പോലെ 12 സീറ്റ് കൊടുക്കുകയില്ല. ചാലക്കുടിയും പെരുമ്പാവൂരും ഇരിക്കൂറും അവർക്ക് കൊടുക്കുകയില്ല. KM മാണിക്കുള്ള സ്വാധീനം ജോസ് കെ മാണിക്കില്ല. അച്ഛൻ ആനപ്പുറത്ത് കയറിയത് കൊണ്ട് മകൻ്റെ ചന്തിയിൽ തഴമ്പുണ്ടാകുകയില്ലല്ലോ. KM മാണി 54 വർഷം പ്രതിനിധീകരിച്ച പാലാ മണ്ഡലത്തിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടതോടെ അദ്ദേഹത്തിന് എത്ര സ്വാധീനമുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ജോസ് കെ മാണിയെ LDFിൽ ചേർത്തുകൊണ്ട് 2021 തെരഞ്ഞെടുപ്പിൽ LDFിന് കാര്യമായ പ്രയോജനമൊന്നും കിട്ടിയില്ല. കേരള കോൺഗ്രസിന് 5 സീറ്റ് കിട്ടിയത് മാത്രം. അത് അവർക്കേ പ്രയോജനം കിട്ടിയുള്ളൂ. കേരള കോൺഗ്രസ് LDFിൽ ഇല്ലാതിരുന്ന 2016 കോട്ടയം ജില്ലയിൽ
LDFന് 3 സീറ്റ് കിട്ടി. അതിൽ 2 ഒന്ന് വൈക്കത്ത് CPIയും ഏറ്റുമാനൂര് CPMും ജയിച്ചു. CPMൽ 2016 സുരേഷ് കുറുപ്പും വൈക്കത്ത് ആശയും വിജയിച്ചു. 2021 CPMനും CPIക്കും പുതിയ ഒരു സീറ്റും കിട്ടിയില്ല. കേരള കോൺഗ്രസ് എമ്മിന് 3 സീറ്റ്, കോട്ടയത്ത് 3 സീറ്റ് കിട്ടിയെന്ന് മാത്രം. 2021 ജോസ് കെ മാണിക്ക് പോലും പാലായിൽ വിജയിക്കാൻ പറ്റിയില്ല. പിന്നെ കേരള കോൺഗ്രസ് എമ്മിന് പൂഞ്ഞാർ സീറ്റ് അധികമായി കിട്ടി. 2021 റാന്നിയും അധികമായിട്ട് കിട്ടി. അപ്പോൾ ഈ റാന്നി CPMന്റെ സീറ്റായിരുന്നു 2016 വരെ, 2021 വരെ. ആ സീറ്റ് CPMന് നഷ്ടപ്പെട്ടപ്പോൾ ജോസ് കെ മാണിക്ക് കിട്ടി. അതുപോലെ ചാലക്കുടി സീറ്റ് CPMന്റെ കൈവശമിരുന്ന സീറ്റാണ്. അത് 2021 ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് മത്സരിച്ചപ്പോൾ ആ സീറ്റ് UDFന് കിട്ടി. അപ്പം അങ്ങനെ LDFൽ ജോസ് കെ മാണിയെ ചേർത്തത് കൊണ്ട് LDFന് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. അവർക്ക് അവരുടെ സീറ്റ് നിലനിർത്താൻ സാധിക്കുകയും 2 സീറ്റ് കൂടുതൽ വിജയിക്കാൻ സാധിച്ചു. അല്ലാതെ LDFന് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. ഇത് LDF നേതാക്കളും മനസ്സിലാക്കണം.